ഹമാസ് ഭീകരരെ ലക്ഷ്യമിട്ട് ഖത്തറിൽ വൻ ആക്രമണം. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലാണ് ആക്രമണം. ബോംബർ ജെറ്റുകൾ ഹമാസ് ഭീകരരെ ലക്ഷ്യമിട്ടെന്ന് ഇസ്രയേൽ അറിയിച്ചു. വിശദാംശങ്ങളുമായി ഐസൻ ജോസും ഒപ്പം ഷിൻസ് സെബാസ്റ്റ്യനും ശരിയാണ്. ആദ്യം ഷിൻസിലേക്ക്. ഷിൻസ്, ഈ ഹമാസ് ഭീകരരെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ബോംബാക്രമണം നടത്തിയിരിക്കുന്നത്. ആദ്യ ആക്രമണം എത്ര സമയം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം നിലവിലെ ഒരു സാഹചര്യം എന്താണ്? സുരേഷ്, ദോഹയിൽ ഇപ്പോൾ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അല്പം മുൻപ്, മണിക്കൂറുകൾക്ക് മുൻപാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് ഹമാസിന്റെ മുതിർന്ന നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണിത്. അത് ഇസ്രായേൽ പ്രതിരോധ സേന അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എവിടെയാണ് ആക്രമണം നടന്നതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ആക്രമണം നടന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ വീഡിയോകളും ഫോട്ടോകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്പം മുമ്പ്. അപ്പോൾ അതിന് വ്യാപ്തി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ള വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അതെ, തുടർച്ചയായി നിരവധി സ്ഫോടനങ്ങളുണ്ട്. ഒരു സ്ഫോടനം മാത്രമല്ല, തുടർച്ചയായി നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്ഫോടനങ്ങളൊന്നും നടക്കുന്നില്ല. ആ സമയത്ത് തുടർച്ചയായി നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ആക്രമണം നടന്നതായി ഖത്തറും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേൽ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസിന്റെ മുതിർന്ന നേതൃത്വത്തെ ലക്ഷ്യമിട്ടാനുള്ള ആക്രമണമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിവരങ്ങൾ വരുന്നതോടൊരു പിന്നെയും ഗൾഫ് എന്ന ആശങ്കയിലായിരിക്കുകയാണ്. നിരവധി ഇന്ത്യക്കാരും മലയാളികളും ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ സാധാരണക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വിവരങ്ങളും, എവിടെയാണ് ആക്രമണം, ദോഹയിലാണ് ആക്രമണം നടന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ സ്ഥലം അവരെ താമസിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ പാർപ്പിടം ജനവാസ മേഖലയിലാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഹമാസ് ഭീകരർ, ആ നേതാക്കന്മാർ തമ്പടിച്ച ആ ഒരു മേഖല കൃത്യമായ ആസൂത്രണത്തോടെ ആ ഭീകരരെ ഇല്ലാതാക്കുക, ആ ഭീകരകേന്ദ്രം തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിൽ, അല്ലേ? തീർച്ചയായും അത് അത്രയ്ക്കും ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ വേണമെങ്കിൽ നമുക്ക് കരുതാവുന്ന ഒരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും എന്തെങ്കിലും തരത്തിൽ ജനങ്ങൾക്കും അവർക്ക് പരിക്ക് പറ്റിയിട്ടില്ല. ഇസ്രായേലിന്റെ അവർ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, പ്രതിരോധ സേന ജനങ്ങളെ ലക്ഷ്യമിട്ടല്ല, ജനങ്ങൾക്ക് ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല. കൃത്യമായി ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ട് തന്നെയുള്ള ഒരു ആക്രമണമാണ്. സാധാരണക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കും മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിലുള്ള ആക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സുരേഷ്, ഷിൻസ് സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഐസൻ ജോസ് ചേരിയാണ്. ഐസൻ, ഷിൻസ് പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇസ്രയേൽ, ഒപ്പം ഖത്തറും ഈ സ്ഫോടനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം ആരെങ്കിലും ഈ ഹമാസ് നേതാക്കൾ അവരെ കൊല്ലപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പരിക്കേറ്റിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സുരേഷ്, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് IDF തന്നെ, അതായത് ഈ പ്രതിരോധ സേന തന്നെ, ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഏതാണ്ട് അരമണിക്കൂറോളം മുമ്പാണ് ഈ ആക്രമണം നടന്ന വിവരം പുറത്തുവിടുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ദോഹ അതുപോലെ തന്നെ ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം സ്വാഭാവികമായും ഈ മീഡിയേറ്ററായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഭീകര സ്വഭാവമുള്ള വിഭാഗം, അതായത് ഹമാസിന്റെ ഭീകര വിഭാഗം പ്രവർത്തിക്കുകയും അവിടെ നിന്ന് പല ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ഇത് കൃത്യമായി കണ്ടെത്തി ഒരു പ്രിസൈസ് ആക്ഷനാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സർജിക്കൽ സ്ട്രൈക്കിന് സമാനമായ ഒരു നീക്കമാണ് നടന്നത്. ദോഹയിൽ നടന്ന ഈ ആക്രമണത്തെ തുടർന്ന് ഈ ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നിൽ ചരട് വലിച്ചവരാണ് ഈ കൊല്ലപ്പെട്ട ഭീകരർ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് സ്ഥിരീകരണം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഹമാസിന്റെ പ്രതികരണം ഇത് സംബന്ധിച്ച് വന്നതായി, അതായത് ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ്, പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ഒപ്പം ഹമാസിന്റെ മുതിർന്ന നേതാവിനെ, പ്രധാന നേതാവിനെ ലക്ഷ്യമിട്ടായിരുന്നു ഒരു ആക്രമണം, അല്ലേ?
തീർച്ചയായും ഹമാസിന്റെ ദോഹയിൽ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു നേതാവിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്ന് കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ദോഹയിൽ പല ഇത്തരത്തിലുള്ള പാർലമെന്ററി സ്വഭാവമുള്ള നേതാക്കൾ അല്ലെങ്കിൽ പാർലമെന്ററി വിഭാഗം പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം നടന്നിരുന്നതെങ്കിൽ കൂടി ഈ നടത്തുന്ന അതായത് ഗാസയിൽ നടക്കുന്ന ഹമാസിന്റെ പല ഭീകരാക്രമണങ്ങൾക്കും നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അതിന്റെ നേതൃപരമായ ആസൂത്രണങ്ങൾ ചെയ്തതെല്ലാം തന്നെ ദോഹയിൽ ഇരുന്നുകൊണ്ടാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇവരെയാണ് കൃത്യമായി ലക്ഷ്യം വെക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, അല്പസമയം മുമ്പാണ് കടുത്ത നടപടികൾ ഉണ്ടാകും, അത് ഏതാണ്ട് ഇന്ന് രാവിലെയോടെയാണ് കടുത്ത നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകളെല്ലാം നൽകിയത്. ഇപ്പോൾ അതിശക്തമായ ഒരു ആക്രമണം ദോഹയിൽ നടത്തിയിരിക്കുന്നു. ആ ദോഹയിൽ ഇത്തരത്തിൽ ലക്ഷ്യം വെച്ചത് ഈ ഒക്ടോബർ 23 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന് സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണം പലയിടങ്ങളിലും നടത്തുകയും അതിന് നേതൃത്വം നൽകുകയും അല്ലെങ്കിൽ അതിന്റെ ആസൂത്രണം നടത്തുകയും ചെയ്തവരെയാണ് ലക്ഷ്യം വെച്ചത് എന്നാണ് കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇവർക്കെതിരെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കൃത്യമായ ഒരു ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ദോഹയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഷിൻസൊക്കെ സൂചിപ്പിച്ചതുപോലെ, ആ പ്രദേശത്തെ സാധാരണക്കാരെ ആരെയും ബാധിക്കാത്ത രീതിയിൽ കൃത്യമായി ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, മനുഷ്യകവചമായി നിരവധി പേരെ ഉപയോഗിക്കുന്ന രീതിയാണ് ഹമാസിന്റേത്. അത്തരമൊരു നീക്കങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ ആക്രമണത്തിൽ നിരവധി സിവിലിയൻസ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇത് എല്ലാം തന്നെ കൃത്യമായി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ഭീകരരെ കൃത്യമായി കണ്ടെത്തുകയും അവരുടെ ദോഹയിലെ ഒളിത്താവളം കണ്ടെത്തുകയും അവിടെ നിന്ന് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന മേഖല കണ്ടെത്തുകയും അവിടേക്ക് കൃത്യമായ ആക്രമണം നടത്തുകയുമാണ് ചെയ്തത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.